എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പറയുന്നത് സംസ്കൃത സന്ധികളെ കുറിച്ച് മലയാളം വ്യാകരണത്തിൽ വരുന്ന ചോദ്യങ്ങളാണ്. അതിൽ തന്നെ സ്വരസന്ധിയിലെ 2 സന്ധികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് മൂന്നാമത്തെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൃദ്ധിസന്ധിയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് എന്ന്. ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ഒരു ചോദ്യമാണ് ഞാൻ ആദ്യമായിട്ട് തരുന്നത്. ഇതാണ് ചോദ്യം. സദാ പ്ലസ് ഏവ, എന്തായിരിക്കും ഇതിന്റെ ആൻസർ? സദാ പ്ലസ് ഏവ. അപ്പൊ ഇവിടെ നമ്മൾ കൂടിച്ചേരുന്ന വർണ്ണങ്ങൾ ഏതൊക്കെയാണ്, അതിനനുസരിച്ചാണ് ഇതിന്റെ ആൻസർ വരുന്നത്, അല്ലെ? അപ്പോൾ ആ എന്ന വർണ്ണത്തിൽ അവസാനിക്കുന്നു ആദ്യത്തെ വാക്ക്, പ്ലസ് എ എന്ന വർണ്ണത്തിൽ തുടങ്ങുന്നു അടുത്ത വാക്ക്. അപ്പൊ കൂടിച്ചേരുന്ന വർണ്ണങ്ങൾ ആയും എയുമാണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവ കൂടിച്ചേരുന്ന സമയത്ത് എന്തായിരിക്കും വ്യത്യാസം എന്നുള്ളതാണ്. ആ നിയമത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വൃദ്ധിസന്ധിയിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇത്. ആ നിയമം ഇതാണ്. ആ ആ എന്നീ വർണ്ണങ്ങൾ എ, ഐ, ഓ, ഔ എന്നീ വർണ്ണങ്ങളുമായി കൂടിച്ചേരുമ്പോൾ വരുന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണ്? ആ എയുമായി കൂടിച്ചേരുന്ന സമയത്ത് അല്ലെങ്കിൽ ഐയുമായി കൂടിച്ചേരുന്ന സമയത്ത് ഐ ആയി മാറുന്നു. അതേപോലെ ആ എന്നുള്ളത് ഓ അല്ലെങ്കിൽ ഔ ആയി കൂടിച്ചേരുന്ന സമയത്ത് ഔ ആകുന്നു എന്നുള്ളതാണ് വൃദ്ധിസന്ധിയിൽ പറയുന്ന നിയമം. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം എന്തായിരിക്കും? ആ പ്ലസ് എ ആണ് കൂടിച്ചേരുന്നത്. ആ പ്ലസ് എ കൂടിച്ചേരുന്ന സമയത്ത് എന്തായി മാറും എന്നാ പറയുന്നത്? ഐ ആയി മാറും എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എന്താണ്? സദൈവ എന്നാണ്, അല്ലെ? സദൈവ എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ തന്നെ നമ്മൾ ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ട്. ഏക പ്ലസ് ഏക, ഇതാണ് ഷോർട്സിൽ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. ഷോർട്സിൽ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ ആണ്. ഏക പ്ലസ് ഏക, ഇതിനെ മാറ്റുമ്പോൾ എന്തായിരിക്കും? ആ എന്ന് അവസാനിക്കുന്നു ഈ വാക്കില്, പ്ലസ് എ എന്ന സ്വര വർണ്ണത്തിൽ തുടങ്ങുന്നു അടുത്ത വാക്ക്. അപ്പൊ ആ പ്ലസ് എ കൂടി ചേരുന്നു, ഐ ആയി മാറുന്നു. അങ്ങനെയാണെങ്കിൽ ഏക പ്ലസ് ഏക എന്തായി? ഏകൈക എന്നായി. ഇതാണ് വൃദ്ധിസന്ധിയിൽ പറയുന്ന നിയമത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ കൂടെ പറയാം. മഹാ പ്ലസ് ഔഷധി എന്തായി മാറുന്നു? ആ എന്ന വർണ്ണത്തിൽ അവസാനിക്കുന്നു, ഔ എന്ന വർണ്ണത്തിൽ ആരംഭിക്കുന്നു ഈ ഭാഗം, അല്ലെ? അപ്പൊ ആ പ്ലസ് ഔ കൂടിച്ചേരുന്നു. ആ പ്ലസ് ഔ കൂടിച്ചേരുമ്പോൾ എന്താവുന്നു? ഔ ആവുന്നു എന്നുള്ളതാണ്. മഹാ പ്ലസ് ഔഷധി എന്തായി? മഹൌഷധിയായി. ഈ നിയമങ്ങൾ വൃദ്ധിസന്ധി എന്ന ഭാഗത്ത് വരുന്ന നിയമങ്ങളാണ്. മലയാളം വ്യാകരണത്തിൽ നമുക്ക് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. കാരണം ഏക പ്ലസ് ഏക, അതേപോലെ സദാ പ്ലസ് ഏവ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഇതെല്ലാം നോട്ട് ചെയ്ത് വായിച്ച് പഠിക്കണം. കൃത്യമായിട്ട് എഴുതി വെക്കേണ്ട സാധനങ്ങളെല്ലാം എഴുതി വെച്ച് തന്നെ പഠിക്കണം. നിയമങ്ങളെല്ലാം ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിൽ തന്നെ ഇനി ഒരു സന്ധി കൂടെ ബാക്കിയുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും. നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.